ഗായ്സ് എല്ലാവർക്കും നമ്മുടെ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ പുതിയ ഈ ഫുട്ബോൾ എത്തിയിട്ടുണ്ട് 2026. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഇത് വന്നത്. നമ്മൾ വീഡിയോ കുറച്ച് ലേറ്റായി, കാരണം പരീക്ഷയ്ക്കാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ നടുക്ക് വീഡിയോ ഒക്കെ ഇടയിൽ ഇച്ചിരി ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ ഓൺ ആയിട്ടുണ്ട്, അടപടെല്ലാം മാറിയിട്ടുണ്ട്, ഫുള്ള് മാറിയിട്ടുണ്ട്. ഒരു പാക്കും വന്നു, 200 കോയിൻസും കളഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു പ്ലെയറൊക്കെ ഇറങ്ങി നടന്ന് വരുന്ന ഗൈസ്. ഞാൻ വിചാരിച്ചത് എപ്പിക്കാണ്. നമ്മുടെ അക്കൗണ്ട് റിവ്യൂ ഇട്ടതിന് ഒരു 2 ദിവസത്തിന് ശേഷം നമുക്കൊരു പ്ലെയറിനെ അടിച്ച് കേസ്. വേറെ ആരുമല്ല, നമ്മുടെ ബെയിലിനെ നമുക്കൊന്ന് അടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് സ്ക്രീൻ റെക്കോർഡ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഫൂട്ടേജൊക്കെ കാണിച്ചാൽ ഗൈസ്, വീഡിയോ അല്ല, കണ്ടില്ല ഈ കാണുന്ന സ്ക്രീൻഷോട്ടൊക്കെ. അതപ്പം ഇതെല്ലാവർക്കും അറിയാം. 500 കോയിൻസ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് ട്രൈ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഈ ഫുട്ബോൾ 2026 വന്ന മെയിൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഫീച്ചേഴ്സിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ അക്കാദമി എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ സ്കില്ലപ്പ്, ട്രെയിനിങ്, കമാൻഡ് ലിസ്റ്റ്, അതൊക്കെ തന്നെയാണ്. നമ്മുടെ സ്കിൽ ട്രെയിനിങ് ഇല്ല, അതന്നെയാണ് സംഭവം. ഇന്ത്യക്കാർക്കായിട്ടൊരു തിരങ്ക എന്നിട്ടൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യ ചൂസ് ചെയ്ത ആൾക്കാർക്ക് അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ യമാലിൻ്റെ ഒരു അംബാസഡർ പാക്ക് വന്നിട്ടുണ്ട്. 1800 കോയിൻസിൻ്റെ ഒരു 103 102 വരെ റേറ്റ് പോകുന്ന യമാലാണ്. ഒരു സ്പെഷ്യൽ സ്കില്ലോട് കൂടെയാണ് വന്നിട്ടുള്ളത്. എഡ്ജർ ക്രോസിംഗ് എന്നിട്ടുള്ള സ്കില്ലോട് കൂടെ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അംബാസഡർ പാക്ക് സ്വാഭാവികമായിട്ടും ആരെയായിരിക്കും ഊഹിക്കാണ്ട് നിങ്ങൾക്ക് അറിയാം, മെസ്സിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതൊരു 37 വയസ്സുള്ളൊരു കാർഡാണ്. സെക്കൻഡ് സ്ട്രൈക്കർ, ക്ലാസിക് നമ്പർ 10 ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. പിന്നെ സ്റ്റാറ്റ്സൊക്കെ അത്യാവശ്യമുണ്ട്. വിഷണറി പാസ്സാണ് മെയിൻ സ്കില്ലായിട്ട് വന്നിട്ടുള്ളത്. അവിടെ വിഷണറി പാസ് അതാണ് മെയിൻ സ്കില്ലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതെന്തായാലും ഞാൻ എടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം നെയ്മറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നെയ്മറൊന്നും എടുത്തിട്ടില്ല. പിന്നെ പുതിയ മാനേജറിൻ്റെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ജോസോ മറീനോ ഞാൻ വിചാരിച്ചു 500 കോയിൻസിൽ കൊണ്ടുവരുമെന്ന്, പക്ഷേ നമ്മുടെ ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഇവിടെ 250 രൂപ കൊടുക്കുകയാണെങ്കിൽ ജോസോ മറീനെ കിട്ടും. 50 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ബാക്കിനെ കിട്ടുന്നുണ്ട്. ഓക്കെ, സിൽവർസ്റ്റർ, ഓക്കെ അങ്ങനെ എങ്ങാണ്ടാണ് പേര്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഏതോ ഒരു പ്ലെയറാണ്, എനിക്കറിയത്തില്ല. ഓക്കെ, ഈ പ്ലെയറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആണ് എന്നാ എനിക്കറിയില്ല. പിന്നെ ഒരു 150 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു കിടിലൻ കാർഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. വാനിസ്റ്ററുടെയാണ് കിട്ടാൻ പോകുന്നത്. 189 മറ്റേ കാർഡ് 188 ഹൈറ്റ് ആയിരുന്നു ഈസ്. മിസ്റ്ററിൻ്റെ ഒരു 25 വയസ്സുള്ളൊരു ഫോക്സ് ഇൻ ദ ബോക്സ്, അത് പുള്ളിയുടെ എല്ലാ കാർഡും ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അപ്പം മെയിനായിട്ട് വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയം കസ്റ്റമൈസേഷനാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കസ്റ്റമൈസേഷൻ ഓഫ് സ്റ്റേഡിയം ഞാൻ ഒരു സ്റ്റേഡിയം ആക്കി, ഗോട്ട് ടെറിട്ടറി എന്ന് പറഞ്ഞിട്ട്. അതവിടെ കിടക്കട്ടെ. എനിക്ക് കസ്റ്റം സ്റ്റേഡിയം 3 വെക്കുക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും ഓണാവാത്ത. ഓക്കെ, കസ്റ്റമൈസ് കളറൊക്കെ നമുക്കിവിടെ പേര് നമുക്ക് എന്തെങ്കിലും ആക്കാം. സ്റ്റേഡിയത്തിൻ്റെ കളർ നമുക്ക് ഇവിടെ പിച്ചിന് ഏത് കളർ, പിച്ചിൻ്റെ സൈഡിൽ ഏത് കളർ വേണം. നമുക്കിപ്പോൾ റെഡ് കൊടുക്കുകയാണെങ്കിൽ റെഡ്. സ്റ്റേഡിയം കസ്റ്റമൈസേഷൻ അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗെയിം പ്ലാൻ്റെ ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഒന്ന് ഇച്ചിരി ചുരുക്കി. പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് എക്സ്ട്രാസിലാണ്. എക്സ്ട്രാസ് പോവുകയാണെങ്കിൽ എല്ലാം ഒന്ന് ചുരുക്കിയിട്ടുണ്ട് ഫുള്ള്. ഇവിടെ പോവുകയാണെങ്കിൽ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയറിനെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ആഡാക്കാൻ പറ്റും. അത് മറ്റുള്ളവർ നിങ്ങൾ ഐഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ, നിങ്ങളുടെ ടീമിലെ മെയിൻ പ്ലെയറോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അവിടെ ആഡാക്കി വെക്കാൻ പറ്റും ഗൈസ്. ഇവിടെയൊക്കെ ഒന്ന് ചുരുക്കി എല്ലാം ഒന്ന് ചെറുതാക്കി. ഇവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണാമി കണ്ടില്ല, എന്തെങ്കിലും ഒന്ന് ആഡായിക്കൂടെ? ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്കോണിക്കോ എന്തെങ്കിലും ഒന്ന് ആഡാക്കി വെച്ചൂടെ? ആരോട് പറയണം, ആര് കേൾക്കാൻ. അടുത്ത മിഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മിഷ്യൻസ്, അതായത് നമ്മുടെ ഇവിടെ ഇല്ല മിഷ്യൻസ് പോയി. അതായത് ഈ ഷോപ്പ്, അക്കാദമി, എക്സ്ട്രാസ് അവിടെയായിരുന്നു മിഷ്യൻസ്. അതിപ്പോൾ താഴോട്ടാക്കി, അത്രേ ഉള്ളൂ. ഇവിടെ ലിങ്കപ്പ് പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയ മാനേജർ നമുക്ക് ഒരു 3 മാച്ച് കളിക്കുവാണെങ്കിൽ റൂബൻ അമോറത്തിന് കിട്ടും. കിടില മാനേജറാണ്, കളിപ്പിക്കേണ്ടവർ കളിപ്പിച്ച് വെക്കുക. പക്ഷേ ഔട്ട് വൈഡ് ആണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ലിങ്കപ്പ് പ്ലേ ആണ് മെയിനായിട്ടുള്ള പരിപാടി. അതായത് നിങ്ങൾക്കൊരു ക്രോസ് സ്പെഷ്യാലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഫ്രീ ട്രൈ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഫ്രീ ട്രൈ ഒക്കെ വൃത്തിയായിട്ടുള്ള പാക്കിൻ്റെ എല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു എങ്കോളോ പറയലോ എൻ്റെ കുറച്ച് അങ്ങനത്തെ കാർഡൊക്കെയാണ് കിട്ടുന്നത്. അതൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. GPയും ട്രെയിനിങ് ഒക്കെയാണ്. പിന്നെ ഇവിടെ തിരങ്ക നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി. അപ്പോൾ ഇന്ത്യേനെ കുറേ ചാൻസ് ഡീല് കിട്ടും. ഇതൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് കറക്കുക, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അത് നിങ്ങൾക്ക് അറിയാം.
പിന്നെ സെറ്റപ്പ് ഇവിടെ പോകണമെങ്കിൽ ഒരു ബിങ്കോ ടൈപ്പാണ് ഐസ്. ഇതാണ് എനിക്ക് ഒന്ന് ട്രഷർ ലിങ്കിനുള്ള സംഭവം ഇതാന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, ബിങ്ക് കളിക്കുന്ന പോലെയാണ് ഈ സംഭവം. ഉണ്ടല്ലേ, ആ 3 കണ്ട, ഇത് അങ്ങനെയാണ് സെറ്റപ്പ്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതെന്താ സംഭവം എനിക്ക് ക്ലിയർ ആയിട്ട് കത്തിയിട്ടൊന്നും ഇല്ല ഐസ്. അപ്പോൾ അതാണ് മെയിൻ സംഭവം. അവിടെ ഒരു 50 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്, അതൊക്കെ കിട്ടി നമുക്ക്. പിന്നെ നമുക്കൊരു കമവിങ്കയുടെ ഒരു കാർഡും ഉണ്ട്, ഹാരിക്കേൻ്റെയും ഗാർഡിയോളിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 50 പോയിൻറ്റ്, ഇതാണ് അതിനകത്ത് മെയിൻ. വേറെ ഒന്നും മെയിനായിട്ടില്ല. കസ്റ്റമൈസബിൾ ഇവിടെ വേറെ സെറ്റപ്പ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴാണ് ഓണാക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യുമ്പോൾ സൈഡിൽ എന്തെങ്കിലും സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ അവിടെ വെക്കാം. സത്യം പറയാതെ ഇത് നമ്മുടെ ഒന്നുമില്ല. നമ്മുടെ കോയിൻ വാരി ഇതൊക്കെ GPക്ക് തരാനുള്ളതാണ്. ഇതൊക്കെ വെറുതെ കോയിലെന്ന് അവന്മാർ കായ് ഉണ്ടാക്കുക, ഇതാണ് മെയിൻ പരിപാടി. ഇന്ത്യയുടെ ഒരു പാക്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ മാക്സിമം ഫ്രീ ട്രൈ നമുക്ക് ആരെയാണ് കിട്ടിയത്, നമുക്ക് എൻ്റെ മെറ്റാബ് സിങ്ങിനെയാണ് കിട്ടിയത്. ഫ്രീ ട്രൈ എടുക്കുക, അതാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഇവിടെ ഇസ്കോയുടെ ഒരു കാർഡ് ഉണ്ട്. ഇസ്കോയുടെ കാർഡ് ഡിവിഷൻ 1 എത്തുവാണെങ്കിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പരിപാടിയല്ല, എനിക്കടക്കം. എനിക്ക് വേണമെങ്കിൽ ഡിവിഷൻ 1 ഇപ്പം കയറാൻ കൈസ് 1770 1780 എങ്ങാണ്ട് എത്തിയതാണ്. എന്നിട്ട് 2 കളി തോറ്റപ്പേക്ക് നിർത്തി. അതുകൊണ്ടാണ് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ എത്തും. പക്ഷേ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണപ്പരീക്ഷ പൊട്ടി എവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാത്തത്. ഇവിടെ നോമിനേഷൻ കോൺട്രാക്റ്റിൽ കുറച്ച് നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും എടുക്കുന്ന ആളെ തന്നെയാണ് ഞാൻ എടുത്തത്. റോഡ്രി നല്ല പെർഫോമൻസ് ആണ്. പുള്ളിയുടെ എല്ലാ നോമിനേഷൻ കാർഡ് നല്ല പെർഫോമൻസ് തരും. അതുപോലെ തന്നെ എനിക്കും നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. നല്ല 2 കാർഡ്സ്. പിന്നെയൊന്നുമില്ല, മെയിൻ പാക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇന്നാണ് വന്നത്. പിന്നെയും നമുക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെയിലി ബോക്സ് അന്യായ കാർഡാണ്. അന്യായം എന്ന് പറഞ്ഞാൽ ശരിക്കും അന്യായമായിരിക്കും. അന്യായോ എൻ്റെ പേരൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അടുപ്പിച്ച് 2 പെനാൾട്ടി മിസ്സാക്കി 2026 തുടക്കം തന്നെ. പൊളിച്ച് ഐസ്. എയ്ഡൻ ഹസാർഡിൻ്റെ റിയൽ മാഡ്രിഡ് വേർഷനാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റിബറി ആയിരുന്നു. അത് മറ്റേ ഫ്ലോറൻസിലെ അവസാന സമയത്ത് കളിച്ച 38 വയസ്സിലെ കാർഡ്. ഇനി 28 വയസ്സില്ല. എന്താ പറയുക, റിയൽ മാഡ്രിഡിൻ്റെ ഹസാർഡാണ്. കിടിലും കാർഡായിരിക്കും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ആ ഒരു പവർ ഉണ്ടാകും. എന്നാലും ഞാൻ പറയാണ്, ദിസ് ഈസ് ബെസ്റ്റ് കാർഡ്. പ്രൊലിഫിക് വിങ്ങറാണ്. ഇംഗ്ലീഷൊക്കെ പടാണ്, നോക്കണ്ട. പ്രൊലിഫിക് വിങ്ങറാണ്. അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കേണ്ട സമയം. അതുകൊണ്ട് ലൈവിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. ബോൾ കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനും പാസും എല്ലാം ഉണ്ട്. നല്ല കാർഡായിരിക്കും മിക്കവാറും. പിന്നെ സ്പീഡും ആക്സലറേഷൻ കിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഉണ്ടാകും കൈസ്. ഹസാർഡിൻ്റെ കിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ ബാലൻസ് ഉള്ള നല്ലൊരു കാർഡാണ് ഹസാർഡ്. പ്രശ്നം ഫോമാണ്. ഒരു എപ്പിക് നോർമൽ കാർഡാണ്. ബിഗ് ടൈം ഒക്കെ ആണെങ്കിൽ ഫോം എന്തായാലും പ്രശ്നമില്ല. പക്ഷേ ഇത് ഇൻകോൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോം അത്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒഫൻസീവ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂസ്റ്ററാണ്. അറ്റാക്കിംഗ് അവർനെസ്സും ബോൾ കൺട്രോളും കിക്കിംഗ് പവറും ലോ പാസും 3 വെച്ച് കൂടുന്നുണ്ട്. അതായത് പൊളിച്ചു. പിന്നെന്താ, പിന്നെ ഇങ്ങോട്ട് നോക്കണം, ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ആൻഡ് ഫ്ലാപ്പ്, അങ്ങനെ കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട്. ഫിനോമിനൽ പാസ്സാണ് മെയിനായിട്ട് പുള്ളിയുടെ സ്കില്ല്. അപ്പോൾ അതാണ് തുടക്കം കിട്ടുന്നത്. പിന്നെ ചാൻസ് ഡീൽ ബോക്സിൽ നോക്കുവാണെങ്കിൽ കുറച്ച് അന്യായ പ്ലെയറാണുള്ളത്. ഒന്ന് നമ്മുടെ റൈക്കാർഡാണ്. റൈക്കാർഡിൻ്റെ എന്താ പറയുക, വയസ്സം കാർഡൊന്നുമല്ല, ഒരു 32 ഇയർ, എന്താ പറയുക, ഒരു മിഡിൽ, അതായത് ഒരു പ്രൈം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തുള്ളൊരു കാർഡാണ്. നെതർലാൻഡിന് വേണ്ടി കളിച്ച ആ ഒരു ഇത് ആ ക്ലബ്ബല്ല. ഈ ക്ലബിൻ്റെ പേരെന്താ, എൻ്റെ മോദി ഏതാ ക്ലബ്ബ്, എവിടെ AFC അജാക്സ്. ഓക്കെ, നമ്മുടെ ഒരു 106ൻ്റെ ഒരു ഗ്ലിച്ച് കാർഡ്, ബേസ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു ഗ്ലിച്ച് അടിച്ചതാണ് ഈ ഫുട്ബോളിൽ. ആ ഒരു ക്ലബ്ബാണ് ആ ക്ലബിന് വേണ്ടി കളിച്ചൊരു റൈക്കാർഡാണ്. ആങ്കർമാനാണ് പ്ലേയിങ് സ്റ്റൈൽസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫൻസീവ് മിഡില്ലെങ്കിൽ ബെസ്റ്റ് കാർഡായിരിക്കും ഇത്. ഫ്രീ ആയിട്ട് തരുന്നല്ലേ. ആങ്കർമാനാണ്. നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റിങ്ങിനും പോകുന്നുണ്ട്. 102, 103, 101 അത്രയും കൊണ്ട് പോകും. ഫിസിക്കൽ കോണ്ടാക്റ്റും സ്റ്റാമിനയും പിന്നെ കിക്കിംഗ് പവറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. ഡിഫൻസീവ് സ്റ്റാറ്റ്സൊക്കെ നല്ല ഈക്ക് കിട്ടും. കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൂസ്റ്ററാണ്. എങ്കിൽ ലോ പാസ്, ടാക്ലിങ്, ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഒരു മിഡ്ഫീൽഡറിന് വണ്ടെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ വൺ ടച്ച് പാസും ത്രൂ പാസും വിഷണറി പാസ്സാണ് മെയിൻ സ്കില്ല് പുള്ളിയുടെ. ഏരിയ സൂപ്പർട്ടി എല്ലാം ഉണ്ട്. നല്ലൊരു കാർഡായിരിക്കും. പിന്നെ ഇതിനകത്തൊരു ഷോർട്ട് ടൈം ഉണ്ട്. ഷോർട്ട് ടൈമൊക്കെ ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. സത്യം പറയുമല്ലോ, കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ടൈം ആയിരുന്നു കാണാൻ ഇത്രയും കൂടെ നല്ലത്. ഇതെന്താണിത്, എന്തോ പോലെ ഉണ്ട്, ഒരുമാതിരി കാർട്ടൂൺ കാണുന്ന പോലെ ഉണ്ട്. മെസ്സിയുടെ ആനിമേഷൻ കണ്ടില്ലേ ഇറങ്ങി വരുന്നത്, WWE ഇറങ്ങി വരുന്ന പോലെ ഉണ്ട്. ഇതൊരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. ഇവൻ്റെ പേരെന്നാ എന്താ കുത്തുങ്കോമയൊക്കെ ഉണ്ട്. അത് മറ്റേ ടൈപ്പ് ഇംഗ്ലീഷാണ്. ഓക്കെ, ഇവൻ അത്യാവശ്യം സെറ്റ് പീസ് ടേക്കിങ്ങും ഗേളും കിക്കുമ്പോഴൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആയിരിക്കും തോന്നുന്നു. ആദ്യം കിട്ടട്ടെ.
വേറെ എന്താ പറയുക, ബാലൻസർ എന്നിട്ടുള്ള ഇതാണ്. അറ്റാക്കിംഗ് അവയർനെസ്സും ബോൾ കൺട്രോളും അവയർനെസ്സും ആക്സിലറേഷനൊക്കെ കൂടി കിട്ടും. ഇവൻ്റെ സ്കില്ലെന്താണ്, ഇവനും വിഷണറി പാസ് തന്നെയാണ്. എല്ലാവർക്കും മെയിൻ സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും പൊളിച്ച്. പിന്നെ ആരുമില്ല. പിന്നെ ഒരു സാവി സിമോൺസിൻ്റെ ഒരു കാർഡുണ്ട്, റഫലിയോടെ ഒരു കാർഡുണ്ട്. അതെവിടെ, റാഫലിയോ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ, ഇവനാക്കി മാറ്റിയത് അല്ല, അതല്ല മാറിപ്പോയി, സോറി. അതിപ്പം വരാം. കുറച്ച് അങ്ങനത്തെ കാർഡ്സൊക്കെ ഉണ്ട്. കുക്കുറേലയോ അങ്ങനത്തെ ആ പ്ലെയറും ഉണ്ട് സ്പെയിനിൻ്റെ. പിന്നെ ഡ്രോഗ്ബക്ക് പകരം വന്നത് റവലാണ് ഗൈസ്. അതെന്തായാലും പൊളിച്ചു. ഡ്രോഗ്ബേനെ പോലെ ഒന്നല്ല, ഇപ്രാവശ്യം യങ് ആടാണ് വന്നത്. അതിൻ്റെ കൂടെ നമ്മളെ നിക്കോസ് അതും പറഞ്ഞിരുന്നതെന്നാൽ ശരിയാവില്ല. ജർമ്മനിയുടെ ഒരു കാർഡുണ്ട്, റഫലിയുടെ ഒരു കാർഡുണ്ട്, പിന്നെ റൗവലിൻ്റെ ഒരു കാർഡുണ്ട്. റൗവൽ ഡമ്മി റണ്ണറാണ്, 33 വയസ്സുള്ള ഒരു അത്യാവശ്യം യങ് കാർഡ് തന്നെയാണ്. ഇത്ര യങ്ങൊന്നല്ല, എന്നാലും യങ് കാർഡ് തന്നെയാണ്. ഡ്രോഗ്ബേൻ്റെ അത്രയൊന്നുമില്ല. ഡ്രോഗ്ബേനെ കിട്ടാത്തവരുണ്ട് ഗൈസ്. എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ കിട്ടി, എങ്ങനെയൊക്കെ തന്നു ഗൈസ്. ഡമ്മി റണ്ണറാണ്, അതുകൊണ്ട് വെറുതെ റൺ എടുത്തുകൊണ്ട് നിൽക്കും. ഡിഫൻഡേഴ്സൊക്കെ വരെ പുറകെ ഓടും, അപ്പോൾ ഫ്രീ സ്പേസ് കിട്ടും. അതാണ് ഡമ്മി റണ്ണറിൻ്റെ പ്രത്യേകത. അറ്റാക്കിംഗ് അവയർനെസ്സും ബോൾ കൺട്രോൾ ഫിനിഷിങ്ങും ആക്സിലറേഷനൊക്കെയാണ് മെയിൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മെയിൻ സ്കില്ല് നോക്കുവാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷിങ് ഉണ്ട് ഗൈസ്, അതെന്തായാലും പൊളിച്ചു കേട്ടോ. മെയിൻ സ്കില്ലൊക്കെ ഉണ്ട്. റവലുണ്ട്, കിട്ടിയ ഭാഗ്യം, കിട്ടുമോ നോക്കട്ടെ ആദ്യം. പിന്നെ ഒന്നുമില്ല ഗൈസ്, പിന്നെ അതന്നെയാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഫുട്ബോൾ 2026 പറയാനായിട്ട് ഉള്ളത്. വേറെ ഒന്നുമില്ല. പിന്നെ ലിങ്ക് പ്ലേ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അതായത് ലിങ്ക് പ്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു ഫോക്സ് പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് ആഡാക്കി ഇടുക. അങ്ങനെ പറ്റും. ഒരു മിനിറ്റ്, അതിന് മുമ്പ് മാനേജറിനെ മാറ്റട്ടെ. റൂബൻ അമോറത്തിനും ജോസോ മറീനൊക്കെയാണ് സ്റ്റിൽ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ. ഓക്കെ, ഇവർ 100, അതായത് മറ്റേ ഗസ്പ്രീനിൽ 107 ആവും ഗൈസ്. പക്ഷേ ഞാൻ പ്രോവർഷൻ മാറ്റി കുറച്ചൊന്ന് ഫിനിഷിങ് ഇത്രയും കൂടെ വെറുതെ കൂട്ടി കൊടുത്താണ്. ഫിനിഷിങ് ഒന്നാമത് ഓവർ പവേർഡാണ്, വെറുതെ കുറച്ചും കൂടെ കൂട്ടി കൊടുത്തിരിക്കട്ടെ. ഒരു ക്രോസ് സ്പെഷ്യാലിസ്റ്റിനെ പിടിച്ച് ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് നിങ്ങൾ ഇടുക. അപ്പം എൻ്റെ കയ്യിൽ സെർജിനോ ആണുള്ളത്. ക്രോസ് സ്പെഷ്യാലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് ഇടുക. ഫോക്സിന് നമ്മളെ CF ആക്കി ഇടുക. എന്നിട്ട് നമ്മളിവിടെ പോവുക. അപ്പം നമുക്ക് ഇവിടെ ലിങ്ക് അപ്പ് പ്ലേ എന്നിട്ടൊരു സെറ്റപ്പ് വേണം. അത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫായിരിക്കും എല്ലാവരുടെയും. ഒന്ന് ആദ്യമായിട്ട് കയറുന്നവർക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇടുക. നണ്ണു ഇവിടെ കൊടുക്കുക, സെർജിനോനെ ആഡ് ആക്കി കൊടുക്കുക. അത് അവർ പറയും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഇതാണ് ലിങ്ക് അപ്പ് പ്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബെയിലോ ഷെർച്ചങ്കോയോ അങ്ങനെ വലിയ കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെറുതെ ഇങ്ങനത്തെ ഡ്രോഗ്ബേനൊക്കെ പിടിച്ചിട്ട് ആ കളി തോപ്പിക്കാൻ നിൽക്കരുത്. നല്ല പുസ്കാസോ അല്ലെങ്കിൽ മാർക്കസ് തുറാമോ അങ്ങനത്തെ നല്ല കിടിലം കാർഡും, പിന്നെ ക്രോസ് സ്പെഷ്യാലിസ്റ്റ് നല്ല കിടിലം ബെക്കാമോ നല്ല കിടിലം മറ്റേ മാൻചെസ്റ്റർ യുണൈറ്റഡിൻ്റെ പണ്ടത്തെ ബെക്കാമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ അടിച്ച് നോക്കിക്കോ. അല്ലെങ്കിലും വെറുതെ ട്രൈ അടിച്ച് നോക്കിക്കോ. തോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ അടിച്ച് നോക്കിക്കോ. തോക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, കളി പോലെ ഇരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു കെമിസ്ട്രി ഉണ്ടാവും. ഇവനെ എല്ലാ ദിവസവും ഇവന് കയറിപ്പോയി ക്രോസ് കൊടുക്കും. ഇവർ തമ്മിൽ എല്ലാ ദിവസവും ടച്ച് ഉണ്ടാവും. ഇവൻ്റെ അസിസ്റ്റ് മിക്കവാറും ഇവനിലേക്കായിരിക്കും, ഇവൻ പിന്നെ ഇവൻ്റെ അഡ്വാൻറ്റേജിലേക്ക് ഗോൾ അടിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അതാണ് ലിങ്ക് അപ്പ് പ്ലേൻ്റെ പ്രത്യേകത. ഞാൻ ഇതുമായിട്ട് ഇന്ന് യൂസാക്കി കളിച്ച് നോക്കിയിട്ടില്ല ഗൈസ്. ഓക്കെ, പറയുന്നില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ നമ്മുടെ മെസ്സിയുടെ ഒരു കാർഡ് തന്നിട്ടുണ്ട്. ഈ സത്യം പറയാലോ അടിപൊളി കാർഡാണ്. ജസ്റ്റ് നിങ്ങൾ കളിപ്പിച്ച് നോക്കിക്കോ. കിടിലൻ കാർഡാണ് ഈ കാർഡ്. ഇത് നമ്മുടെ എവിടെ, ഇതാണ് ആ കാർഡ്. ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കി. അടിപൊളി കാർഡാണ്. എനിക്ക് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഡിവിഷൻ മാച്ചിലൊക്കെ എന്താ പറയുക, ഗോളൊക്കെ അടിച്ചു തന്നു. പിന്നെ എപ്പിക് ലെവൽ സ്റ്റാറ്റ്സാണ്. എപ്പിക് ലെവലല്ല, ബിഗ് ടൈം ലെവൽ സ്റ്റാറ്റ്സാണ്. ഈസി ലെവൽ ഗ്രാഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. എന്താ പറയുക, ബട്ടർ സ്മൂത്ത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിൽ സ്മൂത്തായിട്ടുണ്ട് ഗെയിം. പിന്നെ മാച്ചപ്പൊക്കെ പിടിക്കുമ്പോൾ പണ്ടത്തെ അത്ര സ്പീഡൊന്നും ഇല്ല ഗൈസ്. ഡിഫൻഡേഴ്സിന് മാച്ചപ്പ് പിടിച്ച് പോകുമ്പോൾ അത്ര സ്പീഡൊന്നുമില്ല. ബെയിലിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഈ ബെയിലൊരു ബെയിലിൻ്റെ കാർഡ് നിങ്ങൾക്ക് അറിയാലോ, ഗ്ലിച്ച് സാധനമാണ്. ഈ ഇമ്മാരി കിക്കുമ്പോൾ എല്ലാ രീതിയിലും സ്റ്റാറ്റ്സിൽ കിടിലായിട്ട് കൊടുത്ത ഒരു പ്ലെയറാണ് ബെയില്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച കാർഡാണ്. ഗ്ലിച്ച് കാർഡ് തന്നെ പറയും, എവിടെ ഇട്ടാലും കളിച്ചോളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.